ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സ്നേഹനിധി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞങ്ങളുടെ ആദിമോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. 27-നായിരുന്നു, ഡിസംബർ 27-നായിരുന്നു. അപ്പം അതിൻ്റെ ഒരു ചെറിയ ബർത്ത്ഡേ സെലിബ്രേഷൻ നമ്മൾ വീട്ടിൽ വെച്ച് ആഘോഷിച്ച ഒരു സെലിബ്രേഷൻ്റെ വീഡിയോ ആണിത്. അപ്പം നമ്മളതിൻ്റെ വീഡിയോ ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ കാണുന്നത് നമ്മൾ അവൻ്റെ ഈ 2 വർഷത്തിനിടയ്ക്ക് എടുത്ത് വെച്ച ക്ലിപ്പിങ്സിൽ നമുക്കിപ്പോൾ ഇത്തിരി ഇഷ്ടപ്പെട്ട ക്ലിപ്പിങ്സ് നമ്മൾ ആഡ് ചെയ്തൊരു സ്റ്റാറ്റസ് വീഡിയോ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ആദ്യയുടെ വളർച്ച എത്രത്തോളം ആണെന്നുള്ളത് നമുക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അവൻ വലിയ കുട്ടിയായി. അപ്പം നമ്മൾ അങ്ങനെ ആദ്യമോന് 2 വയസ്സായിരിക്കുകയാണ്. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും അവന് വേണം. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. അപ്പം നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഇന്നത്തെ ഈ ഡിസംബർ 27-ന് നമ്മൾ വളരെ ചെറിയൊരു ബർത്ത്ഡേ സെലിബ്രേഷനാണ് ചെയ്തത്. ഏട്ടന് ഇവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഇത്തവണ വലിയ ആഘോഷങ്ങളൊന്നുമില്ല, ചെറിയ ആഘോഷങ്ങളേ ഉള്ളൂ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ഹാപ്പി ബർത്ത്ഡേ ആണോ ആദിമോന്റെ? ഹാപ്പി ബർത്ത്ഡേ ആണോ? നമുക്ക് അമ്പൂട്ടിയെ കാണാൻ പോകണ്ടേ? ഇടി അമ്പൂട്ടി. ഓ, അപ്പോൾ ഡിസംബർ 27 രാവിലത്തെ മോർണിംഗ് ആണ് കേട്ടോ ഈ കാണുന്നത്. ആദ്യം എണീറ്റപ്പോൾ തന്നെ നമ്മൾ ചെന്ന് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ വിഷ് ചെയ്തു. ആദ്യം ഇത്തിരി വാശിയായിരുന്നെങ്കിൽ പിന്നീട് ആൾ ഓക്കെ ആയി. അപ്പോൾ ഇനി നമ്മൾ കുളിച്ച് റെഡിയായിട്ട് അമ്പലത്തിലേക്കാണ് പോകുന്നത്. നാളെ പ്രകാരമുള്ള ബർത്ത്ഡേ ഇന്നല്ല, പക്ഷേ പിറന്നാൾ ഇന്നല്ല. എല്ലാവരും നാളിനൊക്കെ ആയിരിക്കും അമ്പലത്തിൽ പോവുക. പക്ഷേ ഞാൻ ഇന്ന് അമ്പലത്തിൽ പോകുന്നുണ്ട്. കാരണം എനിക്ക് ഡിസംബർ 27-നാണ് ഇവനെ കിട്ടിയത്. അപ്പം ഞാൻ അതിന് ദൈവത്തിനോടൊരു നന്ദി പറയണമല്ലോ. എന്നെ ഡെലിവറി ചെയ്ത ദിവസം 27-ആണ്. അപ്പം നമ്മളിനി അമ്പലത്തിലേക്കാണ് പോണത്. അപ്പോൾ നമ്മൾ എനിക്ക് വന്ന ഉടനെ അതിനെ ബ്രഷ് ചെയ്യിക്കുകയാണ്. ബ്രഷ് ചെയ്യാൻ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ബ്രഷ് ചെയ്യാൻ ഇഷ്ടമായിട്ടല്ല, ആ വെള്ളത്തിൽ കളിക്കാമല്ലോ, അതിൻ്റെ ഇഷ്ടം കൊണ്ട് ബ്രഷ് ചെയ്യാനും കുളിക്കാനും ഒക്കെ ആൾക്ക് ഇഷ്ടമാണ്. അങ്ങനെ വഴക്കൊന്നുമില്ല. അപ്പോൾ നമ്മൾ രാവിലെ എനിക്ക് വന്നിട്ട് ബ്രഷ് ചെയ്തു. അത് കഴിഞ്ഞ് കുളിപ്പിച്ച് നമ്മൾ ഡ്രസ്സ് കുളിപ്പിക്കുന്നൊന്നും ഇതിനകത്ത് കാണിക്കുന്നില്ല കേട്ടോ. നമ്മൾ ഡ്രസ്സൊക്കെ മാറി അതിൻ്റെ പുതിയ ഡ്രസ്സാണ്. ഒരു ടീഷർട്ടും ട്രൗസറുമാണ്, പീച്ച് കളറിലുള്ള ടീഷർട്ടും നേവി ബ്ലൂ ട്രൗസറുമാണ് നമ്മൾ ഇടിയിക്കുന്നത്. ആദ്യം അമ്പൂറ്റിയെ കാണാൻ വന്നാണോ? ഇന്ന് എന്താ ആദിയുടെ? ഇന്നെന്നാ അമ്പൂറ്റിയെ കാണാൻ എന്തിനാ വന്നേ? ഹാപ്പി ബർത്ത്ഡേ. ആരുടെ? ആദിയുടെ. ഓക്കെ. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ വന്നു, പ്രാർത്ഥിച്ചു, വഴിപാടൊക്കെ നടത്തി, നമുക്ക് പ്രസാദമൊക്കെ കിട്ടി. അങ്ങനെ ഞങ്ങൾ സമാധാനത്തോടെ പ്രാർത്ഥിച്ചിറങ്ങിയിട്ട്. അപ്പോൾ ഞാനും ചേച്ചിയും ആദിമോനും കൂടെയാണ് പോയത്. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ പിറന്നാളല്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് പിറന്നാളിന് പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ വീടിന് തൊട്ടടുത്ത് തന്നെയുള്ളൊരു ശ്രീകൃഷ്ണസ്വാമി ടെമ്പിളിലാണ് വന്ന് പ്രാർത്ഥിച്ചിട്ട് കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ പോയിട്ടോ. അവിടെയും നമ്മൾ സമാധാനമായിട്ട് പ്രാർത്ഥിച്ച്. വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സാധാരണ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ നല്ല തിരക്കുണ്ടാവുന്നതായിരുന്നു. നമുക്കിന്ന് വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവാതെ നമുക്ക് സമാധാനമായിട്ട് പ്രാർത്ഥിക്കാനും വഴിപാടുകളൊക്കെ നടത്താനും സാധിച്ചു. അങ്ങനെ നമ്മൾ അവിടുന്ന് പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോരുകയാണ് കേട്ടോ ചെയ്തത്. ഓക്കെ, അപ്പം അങ്ങനെ നമ്മൾ 2 അമ്പലത്തിലെ ദർശനത്തിന് ശേഷം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുക. ആദ്യം ഹാപ്പി ആയാ? ഹാപ്പി. ചന്ദനുണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ കയ്യില് ചന്ദനുണ്ടാ? ചന്ദനൊക്കെ കിട്ടിയാ? ചന്ദനം അപ്പോൾ ഇത് നമ്മൾ അമ്പലത്തിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ ചെന്നപ്പോൾ ആദ്യമോൻ ആൻറ്റീനെ സോപ്പിട്ട് വാങ്ങിച്ചതാണ് ഈ ഒരു ഡെക്കിൻ്റെ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അമ്പലത്തിൽ പോയതുകൊണ്ട് രാവിലെ കഴിക്കാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ പുട്ടും സാമ്പാറും ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അപ്പോൾ ഞാൻ ആദ്യമോന് നമ്മൾ ദോശ ഇടുകയാണ്. അപ്പോൾ അവന് ക്യാറ്റ് ദോശ വേണമെന്ന് പറഞ്ഞിട്ട് ക്യാറ്റ് ദോശ ഇടുകയാണ്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഷേപ്പുകളൊക്കെ വ്യത്യാസപ്പെടുത്തി കൊടുത്താലാണ് പിന്നെയും കഴിക്കത്തുള്ളൂ, അല്ലാണ്ട് ഒട്ടും കഴിക്കില്ല. അപ്പോൾ ഇങ്ങനെ ക്യാറ്റിൻ്റെ രൂപത്തിലോ അല്ലെങ്കിൽ ഫ്ലവറിൻ്റെ രൂപത്തിലോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഷേപ്പുകൾ, ഇതിപ്പോൾ ക്യാറ്റിൻ്റെ രൂപം പോലെ അങ്ങനെ പറയാം, എന്തെങ്കിലുമൊക്കെ ഷേപ്പ് മാറ്റിയൊക്കെ കളർ മാറ്റിയൊക്കെ കൊടുത്താലാണ് കഴിക്കുക. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് ഹണിയും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ആൾ പഞ്ചസാരയേക്കാളും നല്ലതാണല്ലോ ഹണി എന്ന് കരുതിയാണ് കൊടുക്കുന്നത്. അപ്പം അതിലിങ്ങനെ മുക്കി കഴിച്ചോളും. അപ്പം അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് ഒരു ജ്വല്ലറിയിലോട്ടാണ് കേട്ടോ. നമ്മൾ ഭീമ ജ്വല്ലേഴ്സിലേക്കാണ് പോകുന്നത്.
അപ്പോൾ ആദ്യമോനെ അച്ഛമ്മയുടെയും അച്ഛച്ചൻ്റെയും വക ഗിഫ്റ്റ് വാങ്ങിക്കാനാണ് കേട്ടോ പോകുന്നത്. അപ്പം വേണ്ടാന്നൊക്കെ അമ്മയുടെ അടുത്ത് പറഞ്ഞതാണ്, പക്ഷേ അവരുടെ സന്തോഷം എന്ന് പറഞ്ഞിട്ട് പോയതാണ്. അപ്പം നമ്മൾ വളയാണ് കേട്ടോ നോക്കുന്നത്. ആദ്യയുടെ കയ്യിൽ കിടക്കുന്ന വളയൊക്കെ ചളുങ്ങി, അവന് വളകളൊക്കെ ചെറുതായി തുടങ്ങി. ഇപ്പോൾ വളയൊക്കെ ഇടിക്കേണ്ട പ്രായം കഴിഞ്ഞു വരികയാണല്ലോ, അപ്പം ഉള്ള വളകളൊക്കെ ചെറുതായും തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വള വാങ്ങിക്കാം, കയ്യിലുള്ളത് മാറ്റിയിട്ട് വേറെ നല്ല വള, കയ്യിലുള്ളത് ആൾ അടിച്ച് ചളുക്കി ഒരു രൂപമാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വള വാങ്ങിക്കാമെന്ന് പറഞ്ഞു അമ്മ. അപ്പോൾ അങ്ങനെ നമ്മൾ പോയി വള നോക്കുകയാണ്. അപ്പോൾ വള നോക്കിയപ്പോൾ ഒത്തിരി ഡിസൈൻസ് ഉണ്ട് കേട്ടോ, പക്ഷേ കൂടുതലും ഗേൾസിനാണ്, പെൺകുട്ടികൾക്കാണ് കൂടുതലും നല്ല നല്ല ക്യൂട്ടായിട്ടുള്ള വളകളൊക്കെ ഉണ്ട്, വലിയ ലൈറ്റ് വെയ്റ്റിൻ്റെയും വെയിറ്റ് ഉള്ളതും ഒക്കെ. പക്ഷേ ബോയ്സിന് ഈ ഇടിവള, പിന്നെ കരിമണിയുടെ വള, ആനവാലിൻ്റെ വള, അങ്ങനത്തെ ഒക്കെയാണ് കൂടുതലും. അപ്പോൾ ഇടിവള ഓൾറെഡി ഉണ്ട്, അവൻ്റെ ആൻറ്റി കൊടുത്ത നല്ലൊരു ഇടിവള ഉണ്ട്. അപ്പോൾ അത് പക്ഷേ ഇച്ചിരി വലുതാണ്, കുറച്ചും കൂടെ വലുതായിട്ട് ഇടാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ ഇടിവള വേണ്ടാന്ന് വെച്ച് വേറൊരു മോഡൽ ഇങ്ങനെ 2 മുത്തെടുത്തിട്ട്, അത് ആദ്യം നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷേ അത് ചെറുതായിപ്പോയി. അപ്പോൾ ആ ഒരു മോഡലാണ് നോക്കിയത്. അപ്പം നല്ല ഡിസൈനോട് കൂടിയൊരു വള നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് കിട്ടിയിട്ടോ. പിന്നെ നമ്മൾ അവിടെയുള്ള വേറെ കുറച്ച് കളക്ഷൻസൊക്കെ നോക്കി, എല്ലാം അടിപൊളിയൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ വള വാങ്ങിച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവിടെ മാൾട്ടിക്കൊരു ഡ്രോയിങ് ബുക്ക് കൊടുത്തിട്ട്, ഭീമയുടെ തന്നെ ഒരു ഡ്രോയിങ് ബുക്കാണത്. നല്ല രസമുണ്ട് കേട്ടോ, കുട്ടികൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന, അവരുടെ തന്നെ ജ്വല്ലറിയുടെ പരസ്യങ്ങൾ പോലത്തെ ആണ്, പക്ഷേ കുട്ടികൾക്ക് ഇങ്ങനെ പെയിൻറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഗെയിംസ്, അങ്ങനത്തെ ഒരു ബുക്കായിരുന്നു. നല്ല ബുക്കായിട്ട് തോന്നി കേട്ടോ. അപ്പോൾ മാൾട്ടിക്ക് അത് കൊടുത്തപ്പോൾ ആദിക്ക് വേണമെന്ന് പറഞ്ഞാൽ ആദ്യം കരച്ചു തുടങ്ങി. മാൾട്ടി എന്തെടുക്കുന്നോ അത് മതി അവന്. അപ്പം അവരോട് ചോദിച്ചപ്പം അവനും കൂടെ ഒരു ബുക്ക് കൊടുത്തു. അങ്ങനെ അവർ രണ്ടുപേരും അതിൽ കളിച്ചുകൊണ്ടിരിക്കുക. കുറേ നല്ല നല്ല പിക്സുകൾ അതിനകത്തുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ചേച്ചി ആദ്യമോന് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് ഗോൾഡ് കോയിനാണ് കേട്ടോ വാങ്ങിച്ചത്. അപ്പം അവന് ബാക്കി എല്ലാ ഓർണമെൻറ്റ്സും ഉണ്ട്, അപ്പോൾ കോയിനായിട്ടാണ് വാങ്ങിച്ചത്. പിന്നീട് എന്തെങ്കിലും നമുക്ക് മാറ്റി വാങ്ങിക്കാമല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ പർച്ചേസൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. അത് കഴിഞ്ഞ് കുട്ടികളെയും അമ്മേനെയൊക്കെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് നമ്മൾ നേരെ പോകുന്നത് കേക്ക് വാങ്ങിക്കാനാണ് കേട്ടോ. കേക്ക് ഓർഡർ ചെയ്തിരിക്കുന്നത് ചേച്ചിയുടെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്താണ്. അപ്പോൾ അവർ വന്നിട്ടുണ്ടായിരുന്നു, അവരുടെ നിന്ന് നമ്മൾ കേക്ക് വാങ്ങിച്ചത്. ഇപ്പോൾ നമ്മൾ വീട്ടിൽ ചെറിയ ഫംഗ്ഷൻ ആയതുകൊണ്ട് നമ്മളൊരു 1 kg ഒരു കേക്കാണ് കേട്ടോ പറഞ്ഞത്. അപ്പം നമ്മൾ തിരിച്ചിന് വീട്ടിലേക്ക് പോവുകയാണ്. പക്ഷേ ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ലാത്ത ബ്ലോക്കാണ്. ബ്ലോക്കെന്ന് പറഞ്ഞാൽ നല്ല 8ൻ്റെ പണിയാണ് കിട്ടിയത്. പെട്ടെന്ന് പോവാന്ന് കരുതി കഴിഞ്ഞാൽ, പക്ഷെ വെയിലും കേക്ക് വീട്ടിൽ ചെല്ലുമ്പോഴേക്കും മെൽറ്റ് ആവുമെന്ന് അറിയത്തില്ല. AC ഉണ്ടെങ്കിലും ഇവിടുത്തെ ചൂടിന് എന്താക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്ലോക്കാണ്. ഇവിടെ റോഡ് പണി നടക്കുന്നതുകൊണ്ടാണ് ഇത്രയും ബ്ലോക്ക്. നമ്മൾ ഇനി അപ്പോൾ വീണ്ടും കൊടുങ്ങല്ലൂർക്ക് പോയി. അവിടെ സെൻട്രൽ സ്റ്റുഡിയോ എന്ന് പറയുന്ന കൊടുങ്ങല്ലൂരത്തെ സ്റ്റുഡിയോയിൽ നമ്മളൊരു ഫോട്ടോ ഫ്രെയിം ചെയ്യാൻ കൊടുത്തിരുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഓൾറെഡി എൻ്റെ ഏട്ടൻ്റെയും വകയായിട്ട് നമ്മളൊരു ട്രൈസൈക്കിളാണ് വാങ്ങിച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഇന്നും ഗിഫ്റ്റായിട്ട് അവൻ എന്തെങ്കിലും കൊടുക്കാൻ, ട്രൈസൈക്കിൾ നേരത്തെ വന്നു, ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ നേരത്തെ വന്ന് അവൻ പൊട്ടിക്കുകയൊക്കെ ചെയ്തു, പാക്കേജ് ഇതൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ഗിഫ്റ്റും കൂടെ അവന് കൊടുക്കുക. അപ്പോൾ അവൻ്റെ ബർത്ത്ഡേ ആയിട്ട് അവന് ഒരു ഗിഫ്റ്റ് കൂടെ കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളൊരു ഫോട്ടോ ഫ്രെയിം ചെയ്യിച്ചു കേട്ടോ. അപ്പോൾ അത് പാക്ക് ചെയ്ത് വാങ്ങിക്കാൻ വന്നതാണ്. അപ്പോൾ അവർ കറക്റ്റ് സമയത്ത് തന്നെ അത് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയായിട്ട് ചെയ്തു തന്നിട്ടുണ്ട്, നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ. ഞാൻ അന്ന് രാവിലെയാണ് ചെന്ന് പറയുന്നത്, എന്നിട്ട് കൂടി വൈകുന്നേരം ആയപ്പോഴേക്കും പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു തന്നിട്ടോ. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ നേരെ കെയർ ബെക്സിൽ പോയി. ഈവനിങ് അങ്ങനെ നമ്മൾ വലിയ ഫുഡ് പരിപാടികളൊന്നുമില്ല. അപ്പോൾ ചെറുതായിട്ട് നമുക്ക് വേറൊരു ഫംഗ്ഷൻ നമ്മൾ വെക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ചെറുതായിട്ട് ഷവർമയും കുറച്ച് ചിക്കൻ കറിയും ചപ്പാത്തി അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിൽ ചെന്ന് ഞാനും ലക്ഷ്മോളും കൂടെയൊക്കെ ചെറിയൊരു ഡെക്കറേഷൻ ചെയ്തു കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള ഇതും ബലൂൺസൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ചെറിയൊരു ഡെക്കറേഷൻ ചെയ്തു. പിന്നെ നമ്മൾ കേക്ക് പറഞ്ഞിരുന്നത് JCB തീമിലാണ്. ആദ്യമോന് ഏറ്റവും ഇഷ്ടമുള്ളൊരു വണ്ടിയാണ് ഇപ്പോൾ JCB, അതുകൊണ്ട് ആ തീമിലാണ് കേക്ക് ചെയ്തത്. ചോക്ലേറ്റ് ട്രഫിളിൻ്റെ കേക്കായിരുന്നു, എമ്മി കേക്കായിരുന്നു കേട്ടോ. പിന്നെ സൈഡിലൊക്കെ അവൻ്റെ തന്നെ JCB ടോയ്സ് ആണ്. ഇതേ ഉള്ളൂ വീട്ടിൽ, JCB മാത്രമേ ഉള്ളൂ, അത്രയും JCB ടോയ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് ചെറിയൊരു ഇത് ഡെക്കറേഷൻ കൊടുത്തതാണ്. Happy birthday to you. Happy birthday to you. Happy birthday dear Adimon. Happy birthday.
അച്ചയ്ക്ക് കൊടുത്തേ, അച്ചയ്ക്ക് കേക്ക് കൊടുക്ക, അച്ചയ്ക്ക്. ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. എങ്ങനെയുണ്ടാതി? യമ്മി. ഞാനും ആദ്യമോനും ഏകദേശം ഒരേപോലെ ട്വിന്നിങ് ആവാൻ വേണ്ടി ആ ഒരു മോഡൽ ടീഷർട്ടും എന്താ ജീൻസും ആയിരുന്നു ഞങ്ങൾ ഇട്ടിരുന്നത്. അപ്പോൾ അതിന് ഏട്ടനെ വീഡിയോ കോൾ വിളിച്ച് എല്ലാം കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കേക്ക് മുറിക്കുന്നതിന് മുന്നേ ഏട്ടനെ വിളിച്ചിരുന്നു. ഒരുമിച്ചാണ് കേക്ക് മുറിച്ചതും കാര്യങ്ങളും ഒക്കെ. അപ്പം അങ്ങനെ കേക്ക് മുറിച്ചു, എല്ലാവർക്കും അവൻ കൊടുത്തു. അവന് പിന്നെ അവൻ്റെ കേക്ക് അവൻ തന്നെ മുറിച്ച് എല്ലാവർക്കും കൊടുക്കണം. ആ കത്തിയിൽ ഇങ്ങനെ കോരി അവന് തന്നെ കൊടുക്കണം, അതാണ് അവന് ഏറ്റവും ഇഷ്ടം. അപ്പം അങ്ങനെ നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷൻസും ഗിഫ്റ്റ് കൊടുക്കലും ഒക്കെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. റാപ്പ് ചെയ്ത് എക്സ്പ്രഷൻ എന്താ സൂമാവൂലേ? അച്ഛമ്മയോ? അച്ഛയുടെ അമ്മ ആദിയുടെ ആദിക്ക് ആദിക്ക് ഇഷ്ടപ്പെട്ടോ? അടിപൊളിയാണോ? സൂപ്പർ. ഫോട്ടോ. അയ്യോ ഫോട്ടോ ആദി സൂപ്പർ. സൂപ്പറാണോ ആദി? ഇഷ്ടായ കേക്ക് ഇഷ്ടായ ആദി? കേക്ക് ഇഷ്ടായ? അടിപൊളി. കഷ്ണം എടുത്ത് കൊടുക്കുക, അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിച്ച ട്രൈ സൈക്കിൾ കേട്ടോ. ഞങ്ങൾ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ആദ്യക്ക് ജീപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്താണ് സൈക്കിൾ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ സൈക്കിളാണ് കേട്ടോ വാങ്ങിച്ചത്. ഒരുപാട് നല്ല ട്രൈ സൈക്കിൾസ് അവൈലബിൾ ആണ് കേട്ടോ ആമസോണിൽ. നല്ലതായിരുന്നു. ഇത് വന്നിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ട് നല്ല സൈക്കിളാണ് കേട്ടോ. സൈക്കിൾ ഇഷ്ടമായോ? ഇഷ്ടമായോ? ഓടിക്കാം. സൈക്കിൾ ഇഷ്ടമായോ എന്ന് പറയേ. ഇഷ്ടമായി. അടിപൊളി. ഭംഗിയുണ്ടോ? ഇവിടെ നോക്കിട്ട് പറയേ. സൂപ്പറാണോ? സൂപ്പർ. ഓക്കെ, അത് കേട്ടാ മതി.
ഫ്രണ്ട്സിന് ഒഴിവാക്കാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങൾ വന്നതുകൊണ്ട് അവർക്ക് 27th വരാൻ പറ്റിയില്ല. നമ്മൾ വേറൊരു ദിവസം അവരെ കൂട്ടി നമ്മൾ വേറൊരു ഫംഗ്ഷനും കൂടെ വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു സെലിബ്രേഷൻ ഇവിടെ കൊണ്ട് തീരുകയാണ് കേട്ടോ. സെലിബ്രേഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ചിക്കൻ കറി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ചപ്പാത്തി, പിന്നെ നമ്മൾ എന്താണ് വാങ്ങിച്ചത്, ഷവർമയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. എല്ലാവരും ഹാപ്പി ഒരു ചെറിയ സെലിബ്രേഷൻ നമ്മുടെ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഏട്ടൻ ദുബായിലൊരു കേക്കൊക്കെ മേടിച്ച് അതിനെ വിഷ് ചെയ്ത് കഴിക്കുന്ന ഒരു കുട്ടി വീഡിയോയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.